തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 22 ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. യേശു രാജാവാണ് എന്ന് ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരുപക്ഷെ അതരം കൊണ്ട് നാം അത് ഏറ്റുപറയാറുണ്ട്, പ്രത്യേകിച്ചും ഈ തിരുനാൾ ദിനത്തിൽ. യേശുവിനെ ജീവിതത്തിൽ രാജാവായി സ്വീകരിക്കുന്നുണ്ടോ, അവൻ്റെ ആധിപത്യത്തിന് വിധേയപ്പെട്ടാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ നാം വിളിക്കുന്ന വിളി കാപട്യമാണ് എന്ന് ഉറപ്പാവും. ഭൗമിക ജീവിതവാസകാലത്ത് ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നുള്ളത് രക്ഷയ്ക്ക് അനുപേക്ഷണീയമായൊരു കാര്യമാണ്. യേശുവിനെ ജീവിതം കൊണ്ട് ഏറ്റുപറയേണ്ടത് എങ്ങനെയാണ്? യേശുവിനെ അതരം കൊണ്ടാണോ ഏറ്റുപറയേണ്ടത്? ജീവിതത്തിൻ്റെ പരമാധികാരിയായി ക്രിസ്തുവിനെ കാണുകയും ജീവിതത്തിൻ്റെ ഉടയവനായ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോഴാണ് നാം അവനെ രാജാവ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടാകുക. യേശു രാജാവാണെന്ന് സുവിശേഷം പറയുന്നുണ്ട്, യേശു രാജാവാണെന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, യേശു രാജാവാണെന്ന് സഭാപ്രബോധനം പറയുന്നുണ്ട്. ഒക്കെ നല്ലത് തന്നെ. അവയെല്ലാം എൻ്റെ ജീവിതാനുഭവത്തിൽ എപ്രകാരമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളതെന്നും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു തലത്തിൽ നിന്ന് വേണം സുവിശേഷത്തെ നാം നോക്കിക്കാണാൻ. സുവിശേഷത്തിൽ നമ്മളെന്ന് കാണും, ഈശോ അന്ത്യവിധിക്കായിട്ട് വരും. അന്ത്യവിധിക്കായി വരുന്ന രാജാവായിട്ടാണ് ക്രിസ്തുവിനെ ഈ ഉപമയിൽ അവതരിപ്പിക്കുക. അങ്ങനെ വരുന്ന രാജാവ് ജനതയെ രണ്ടായി മാറ്റി നിർത്തുന്നുണ്ട്. ശിക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടുന്നവരുമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരോട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വിശന്നു ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു, പാർപ്പിടമില്ലാത്തവനായിരുന്നു വസതി തന്നു, രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു എൻ്റെ അടുക്കൽ നിങ്ങൾ വന്നു. അപ്രകാരമൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക, സമാശ്വാസത്തിലേക്ക് പ്രവേശിക്കുക. രാജാവ് അവരെ വലതു ഭാഗത്തേക്ക് നീക്കി നിർത്തും. ഇനി മറ്റുള്ളവരോട് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല. ദുഷ്ടരായവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ ഭൂമിയിൽ യേശുവിനെ രാജാവായി ഏറ്റുപറയണമെങ്കിൽ നമ്മോടൊപ്പമുള്ളവർക്ക് വിശപ്പിൽ ഭക്ഷണമായും ദാഹത്തിൽ പാനീയമായും വാസസ്ഥലമായും ഒക്കെ നാം മാറേണ്ടതുണ്ട്. രോഗിയായിരിക്കെ സന്ദർശിക്കേണ്ടതുണ്ട്, കാരാഗൃഹത്തിലായിരിക്കെ അവനോടൊത്തു നിൽക്കേണ്ടതുണ്ട്. സഹിക്കുമ്പോൾ ക്ലേശങ്ങളിൽ കഷ്ടതകളിൽ ഒക്കെ അവരെൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോഴാണ് യേശുവിനെ രാജാവേ എന്ന് വിളിക്കുന്നത് അർത്ഥപൂർണമായിട്ട് മാറുക. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ഒരു പെശക് എന്താണ്? നാം ഈ ചെറിയവരെ നാം ചെറിയവരായിട്ട് കാണുന്നു. ക്രിസ്തുവിനെ ഏറ്റവും എളുപ്പത്തിൽ കാണാവുന്നത് എളിയവരിലാണ്. മുൻപിൽ ഒരാൾ അപ്രകാരം കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, അവൻ ക്രിസ്തുവായിരിക്കാം. ഒരു മാർട്ടിൻ്റെ കഥ പണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യൻ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യനോട് ദൈവം ദർശനത്തിൽ സ്വപ്നത്തിൽ പറയും, ഞാനിന്ന് നിൻ്റെ അടുക്കൽ വരും. മാർട്ടിൻ കാത്തിരിക്കുക. അങ്ങനെ രാവിലെ മുതൽ പലരും വന്നു, ഭിക്ഷക്കാരായി, വസ്ത്രമില്ലാത്തവരായി, വിശക്കുന്നവരായി, ദാഹിക്കുന്നവരായി ഒക്കെ. അങ്ങനെ വന്നവരൊക്കെ പോയിക്കഴിഞ്ഞ് ക്രിസ്തുവിനെ കാണാതെ വിഷമിച്ച് അയാൾ കിടന്നുറങ്ങിപ്പോയി. രാത്രി ഉറക്കത്തിൽ വീണ്ടും ക്രിസ്തു വരുന്നു. ക്രിസ്തു പറയുന്നു, ഞാനിന്ന് നിൻ്റെ അടുക്കൽ വന്നിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. അവൻ പരിതപിക്കുന്നു. യേശുവിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, ഇന്ന് നീ എന്നെ കണ്ടത് ഈ രൂപങ്ങളിലൊക്കെയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആലങ്കാരികമായി ഇതൊക്കെ പറയാമെന്നല്ലാതെ ഒരു ജീവിതാവസ്ഥയ്ക്കകത്ത് അവരെന്നെ ഇങ്ങനെ കാണാനായിട്ട് നമുക്കിപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ. നമ്മൾ ആളുകൾക്ക് വീട് പണിത് കൊടുക്കാറുണ്ട്, അതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ട് നമ്മൾ കരുതാറുണ്ട്. പക്ഷേ ഭവനരഹിതന് വസതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ
അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുക. എളുപ്പമുള്ള കാര്യമല്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നിന്റെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാനല്ല, നിന്റെ ഭക്ഷണം പങ്കുവെക്കാൻ തുടങ്ങണം. നിന്നെ തന്നെ മുറിച്ചു വിളമ്പണം. അവിടെ എത്തിച്ചേരുമ്പോൾ മാത്രമേ ക്രിസ്തുവിലെ സമ്പൂർണ്ണത അനുഭവിക്കാൻ പറ്റൂ. ശരിക്കും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു രാജാവായത് നാട് വെട്ടിപ്പിടിച്ചിട്ടല്ല, അവരുടെ മേൽ ആധിപത്യം പുലർത്തിയിട്ടല്ല, അവരെന്നെ കീഴ്പ്പെടുത്തിയിട്ടല്ല, പരാജിതനായി അവരിന് വേണ്ടി മുറിച്ചു വിളമ്പി മറ്റുള്ളവർക്ക് വേണ്ടി പകരം നിന്ന് സഹിച്ച് മരിച്ചുകൊണ്ടാണ് ക്രിസ്തു രാജത്വത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് യേശുവിൻ്റെ രാജത്വം നമ്മുടെ ജീവിതാനുഭവമായി മാറാൻ അവൻ നടന്ന വഴിയെ നാം നടക്കേണ്ടതുണ്ട്. അവനെ ജീവിതത്തിൻ്റെ നായകനായി സ്വീകരിക്കേണ്ടതുണ്ട്. അവൻ്റെ വാക്ക് നിറവേറ്റുന്നവരായി ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കിത് അനുഭവിക്കാൻ കഴിയൂ എന്നാണ് വചനം ഇന്ന് നമ്മോട് പറയുക. രാജാക്കന്മാർ ലോകചരിത്രത്തിൽ എങ്ങനെയാണ്? നാട് വെട്ടിപ്പിടിക്കുന്നവരാണ്, ജനങ്ങളെ അടിമകളാക്കുന്നവരാണ്, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നവരാണ്. എസെക്കിയേൽ പ്രവചനം ഒരു രാജാവിനെക്കുറിച്ച് പറയാണ്, ഇടയനെക്കുറിച്ച്. അവനെങ്ങനെയാണ്? നഷ്ടപ്പെട്ടു പോയവരെ തേടി വരുന്നവൻ. പഴയ നിയമകാലത്ത് ഈ പുരോഹിതൻ ഇങ്ങനെ ഇടയനായിട്ട് മാറണം, അവൻ അന്വേഷിച്ചു പോകണം എന്ന് കരുതി അവനെ ഏൽപ്പിച്ചു. അവനാകട്ടെ സാധാരണക്കാരൻ്റെ പുറകെ പോകാൻ താല്പര്യമില്ലാതെ സ്വന്തം സുഖഭോഗങ്ങളിൽ ജീവിച്ചു. അപ്രകാരമുള്ള ഇടയധർമ്മം വിസ്മരിച്ചു പോയവർക്കെതിരെ ദൈവം പറയാണ്, ഞാൻ തന്നെ ഇടയനായിട്ട് വരും, എന്നിട്ട് നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തും, അങ്ങനെ കണ്ടെത്തിയിട്ട് മുറിവേറ്റവയെ ഞാൻ വെച്ച് കിട്ടും. നമ്മുടെ രാജാവ് ഈ നഷ്ടപ്പെട്ടു പോയതിനെ തേടി വരുന്നൊരു രാജാവാണ്. അതിർത്തികൾ ഭേദിച്ച് ഈ രാജാവ് ഈ മുറിവേറ്റവനെ താങ്ങാനായി, കഷ്ടപ്പെടുന്നവനെ സ്വീകരിക്കാനായി, വീണുപോയവനെ എഴുന്നേൽപ്പിക്കാനായി, വഴിതെറ്റിയവനെ മാറോട് ചേർക്കാനായിട്ട് വരും. ഇന്ന് ആനുകാലിക ലോകത്ത് ക്രിസ്തുവിൻ്റെ രാജത്വം ഇങ്ങനെ പ്രവർത്തിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിത പ്രവൃത്തികൾ വഴിയാണെന്ന പരമാർത്ഥം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ക്രിസ്തുവിനെ അനുഭവിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ രാജത്വം അനുഭവിക്കേണ്ടത് ഈ പരസ്നേഹ പ്രവൃത്തിയിലൂടെയാണ്, അപരത്വത്തെ സ്വീകരിക്കുന്നതിലൂടെയാണ്, ചേർത്ത് പിടിക്കുന്നതിലൂടെയാണെന്ന് എസെക്കിയേൽ പ്രവചനം ഓർമ്മിപ്പിക്കും. എങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥയായിരുന്നു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ്? അവൻ പരിത്യക്തനായിരുന്നു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ രാവും പകലും വിളിച്ചപേക്ഷിക്കുകയാണ്, കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റുകയാണ്, എനിക്ക് എവിടെ നിന്ന് രക്ഷ വരും, ഞാൻ നിസ്സഹായനാണ്, ഞാൻ കൃമിയാണ്. എന്നിട്ട് മനുഷ്യൻ്റെ ഈ ദയനീയാവസ്ഥയിലേക്ക് അവൻ വന്ന് കുരിശിൽ കിടന്നവൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഈ പതിതാവസ്ഥയുടെ ഏറ്റവും താഴെ വന്നു നിന്ന് അവൻ്റെ വേദനകൾ ഒപ്പിയെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ വേദനകളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. ലോകത്തിലെ രാജത്വം പ്രവർത്തിക്കുന്നത് പോലെയല്ല ഇവിടെ രാജാവ് മറ്റുള്ളവർക്ക് വേണ്ടി അഭയമായി, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരമായി മാറുന്ന അനുഭവമാണ് ക്രിസ്തു വെളിപ്പെടുത്തുക. ശരിക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് ആനുകാലിക ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ പലപ്പോഴും ആക്രോശിക്കുന്നുണ്ട്, തിന്മകളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനു പകരം ഈ നിസ്സഹായ അവസ്ഥയിലേക്ക്, ഈ പതിതാവസ്ഥയിലേക്ക് വീണുപോയവൻ്റെ താഴ്മയിലേക്ക് വന്നു നിന്നുകൊണ്ട് അവരന് വേണ്ടി ദൈവസന്നിധിയിൽ കരുണയാചിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്രകാരം സ്വയം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു, രാജാവായിട്ട് മാറുകയാണ്. യേശു എങ്ങനെയാണ് രാജത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്? അത് തന്നെ ഈ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ്, മരണത്തിൻ്റെ മേൽ വിജയം നേടിക്കൊണ്ടാണ്. തൻ്റെ ക്ലേശാനുഭവങ്ങളിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ, മരണത്തിലൂടെ ലോകാധിപത്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ട്, എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട്, മരണത്തെ അതിജീവിക്കാൻ ഉദ്ധാനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് യേശു നമുക്ക് രക്ഷയുടെ ഈ പാത തുറന്നു വന്നു. ആനുകാലിക ലോകത്ത് ഈ ക്രിസ്തുവിൻ്റെ രാജത്വം പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. നാം വഴിയിലൂടെ യേശു രാജാവാണ് എന്ന് ഏറ്റുപറഞ്ഞ് പോകുന്നതിനേക്കാൾ യേശുവിൻ്റെ രാജത്വത്തിൻ്റെ പ്രവൃത്തികൾ ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തുക വഴി എല്ലാവരും ദൈവമക്കളെന്ന ബോധ്യത്തിലേക്കും, എല്ലാവരുടെയും രാജാവാണ് ക്രിസ്തു എന്ന ബോധ്യത്തിലേക്കും അവസാനത്തെ മനുഷ്യൻ എത്തിച്ചേരുന്നത് വരെ ഈ പരസ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അർപ്പകരായി മാറാൻ വിളിക്കപ്പെടുകയാണ് നാം ഓരോരുത്തരും. ആ ഒരു ബോധ്യത്തോടെ വേണം ക്രിസ്തുരാജൻ്റെ തിരുനാൾ നാം ആഘോഷിക്കാൻ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് അവിടുത്തെ രാജത്വത്തോട് ചേർന്ന് നിൽക്കാനാണ്. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് രാജാവായിട്ട് സ്വീകരിക്കണം, അധിപനായിട്ട് സ്വീകരിക്കണം, അധികാരിയായിട്ട് സ്വീകരിക്കണം. അവൻ്റെ ഹിതമനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് പരിമിതികളും പോരായ്മകളും ഉണ്ട്. ആ പരിമിതികളുടെ മധ്യത്തിൽ നിന്ന്, പോരായ്മകളുടെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് തമ്പുരാൻ്റെ കാരുണ്യവും സ്നേഹവും യാചിക്കാം. ദൈവമേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ,
നിൻ്റെ ജീവിതം ഞങ്ങളിലൂടെ ആനുകാലിക ലോകത്ത് വെളിപ്പെടാൻ ഇടയാക്കണമേ. ആമേൻ.